Good morning, all. Good morning, ma'am. Good morning, ma'am. ഇന്നലെ നമ്മൾ എടുത്ത ഭാഗങ്ങളൊക്കെ നോക്കിയാ പോർഷൻസ് നോക്കിയിരുന്ന എല്ലാവരും? Yes, ma'am. എന്തെങ്കിലും ഡൗട്ട്സ് വല്ലതുണ്ടോ? ഇല്ല. നമ്മ ഇന്നലെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് വരെയല്ലേ പറഞ്ഞിരുന്നേ? അതെ. ഓക്കെ. മാം, അതിനകത്ത് ഒരു റേഡിയോ ഐസോട്ടോപ്പിന്റെ ഒരെണ്ണം പറഞ്ഞില്ലായിരുന്നു? ഒരു കാർബൺ 60 എന്തോ ഒരു എക്സാമ്പിളിൻ പറഞ്ഞില്ലായിരുന്നോ? അതൊന്ന് പറഞ്ഞു തരാമോ? ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞത്. ഇപ്പൊ കാർബൺ മൂലകത്തിന്റെ 2 ഐസോട്ടോപ്പാണ് കാർബൺ 14ഉം കാർബൺ 16ഉം. കാർബൺ 14 വിഘടനം സംഭവിക്കില്ല, അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് അല്ല. കാർബൺ 16 ആണ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ്. ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം, നിങ്ങൾക്ക് അതൊന്നും എക്സാമിന് വരില്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞാൽ. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഹോസ്പിറ്റൽ ഫോർമുലറി. ഓക്കെ. ഹോസ്പിറ്റൽ ഫോർമുലറി എന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്താണ്? പറഞ്ഞില്ലേ? എന്താണ് ആരൊന്നും പറയാത്തെ? ഫംഗ്ഷൻ മരുന്നുകളുടെ ലിസ്റ്റ്. ഡ്രഗ് ലിസ്റ്റ്. ഓക്കെ. ഹോസ്പിറ്റലിലെ ഡ്രഗ് ലിസ്റ്റ് എന്താണെന്നാണ്, അത് എന്തിനേക്ക് ഉപയോഗിക്കുന്നതെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ഒരു ഹോസ്പിറ്റൽ ഫോർമുലറി എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗപ്രദമാക്കാം? ആദ്യത്തെ, hospital pharmacy can perhaps stock every medication that its concerned doctor may want to prescribe for their patient who are hospitalized. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയി നമുക്ക് അവിടുത്തെ ഡോക്ടേഴ്സ് ഒരു കുറച്ച് മരുന്നുകൾ പ്രിസ്ക്രൈബ് എഴുതി തന്നെ. അപ്പൊ നമ്മൾ ഫാർമസി, എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കും കേട്ടോ. അപ്പൊ നമുക്ക് മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് എഴുതി തന്നു. അപ്പൊ നമ്മൾ ഫാർമസി ചെല്ലുമ്പോ ചില ഫാർമസിയിൽ പറയാറുണ്ട് ഈ മരുന്ന് ഇവിടെ ഇല്ല, നമുക്ക് പുറത്തുനിന്ന് വാങ്ങണമെന്ന് പറയാറുണ്ട്. നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ? ഓക്കെ. ഒരു ഹോസ്പിറ്റലിലും അവിടുത്തെ കൺസേൺ ഡോക്ടർ എന്ന് വെച്ചാൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ട്. അപ്പൊ എല്ലാ ഡോക്ടേഴ്സും റെഫർ ചെയ്യുന്ന മരുന്നുകള് അവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കണം എന്നില്ല. ഓക്കെ. നെക്സ്റ്റ്, ഡ്രഗ് ആൻഡ് തെറാപ്പി. ഒന്നും കൂടെ പറയൂ, കേട്ടില്ല. ഓരോ ഹോസ്പിറ്റലിലും ഫാർമസിയിലും അവിടുത്തെ ഡോക്ടേഴ്സ്, ആ ഹോസ്പിറ്റലിലുള്ള എല്ലാ ഡോക്ടേഴ്സും എഴുതി തരുന്ന മരുന്നുകള് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കില്ല, ഉൾപ്പെടുത്താൻ സാധിക്കില്ല ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിലും. നെക്സ്റ്റ്, drug and therapeutic committee consists of a list of the medication that the hospital pharmacy stocks along with the information about each medication. ഇപ്പൊ നമുക്കറിയാം ഫോർമുലറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രഗ് ലിസ്റ്റ് ആണ് ഇല്ലേ? ഈ ഡ്രഗ് ലിസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്താണ്? ഡ്രഗിന്റെ ഏതൊക്കെ ഡ്രഗ്സ് ഉണ്ട്, ആ ഡ്രഗ്സിന്റെ പേരുണ്ടാവും, അത് എത്ര സ്റ്റോക്ക് ഉണ്ട്, ആ ഡ്രഗ്സ് ഏത് ഡിസീസിനാണ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതിന് എന്തൊക്കെ റിയാക്ഷൻസ് ഉണ്ട്, എല്ലാം ആ ഫോർമുലറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഓക്കെ. ഈ ഹോസ്പിറ്റലിലെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഈ ഹോസ്പിറ്റൽ ഫാർമസിയിലെ സ്റ്റോക്കുകള്, പിന്നെ ആ സ്റ്റോക്കുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മരുന്നിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒക്കെ ഈ ഫോർമുലറിയിൽ ഉണ്ടായിരിക്കുന്നു. ക്ലിയർ ആണത്?
Clear. Okay. That the committee that collects information about the hospital formulary meets regularly to make changes as necessary. എന്താണ് ഹോസ്പിറ്റൽ ഫാർമസിയിൽ ചിലപ്പോൾ ചില ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരണം. ചില പുതിയ മരുന്നുകൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. പഴയ മരുന്നുകൾ ഇപ്പൊ എന്തെങ്കിലും റിയാക്ഷൻ അതല്ലെങ്കിൽ നമ്മുടെ വിപണിയിൽ നിർത്തലാക്കപ്പെട്ട മരുന്നുകളാ അങ്ങനെയുള്ള മരുന്നുകൾ ഉണ്ടാവും. പിന്നെ അവർക്ക് എന്തെങ്കിലും പുതുതായി എന്തെങ്കിലും കാര്യങ്ങൾ ഫാർമസിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ കൂടി ചർച്ച ചെയ്യാനായിട്ട് ഇവര് മിക്കപ്പോഴും റെഗുലർ ആയിട്ട് ഒരു മീറ്റിംഗ് കൂടാറുണ്ടെന്ന്. Okay, doctors use the formulary to find out which medication the hospital has available to treat a given symptoms or condition. എന്താണ് നമ്മൾ പറഞ്ഞു ഒരു ഫോർമുലറിയില് ഒരു ഹോസ്പിറ്റലിലെ ഡ്രഗ് ലിസ്റ്റില് ആ മരുന്ന് എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് എന്തൊക്കെ റിയാക്ഷൻസ് ഉണ്ടാവും, അങ്ങനെയുള്ള എല്ലാ ഇൻഫോർമേഷൻ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഈ ഹോസ്പിറ്റലിലെ ഡോക്ടറിന് ഈ ഫോർമുലറി ഈ ഡ്രഗ് ലിസ്റ്റ് നോക്കിയിട്ട് ആളുടെ കൺസൾട്ടന്റിന് വന്ന പേഷ്യന്റിന് ഏത് മരുന്ന് കൊടുക്കണം, അവിടുത്തെ ഫാർമസിയിൽ ഏതൊക്കെ മരുന്നുകളുണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ ലഭിക്കുന്നു. They also check it to ensure that they do not prescribe medication that can cause perilous interaction with other medication. ഇപ്പൊ ഈ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത കൊടുക്കണ മരുന്ന് വേറെ ഏതെങ്കിലും മരുന്നുകളോ കൂടെ ഉപയോഗിച്ചാൽ എന്തെങ്കിലും ഈ പേഷ്യന്റ് എന്തെങ്കിലും അപകടങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് BP കൂടാ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടോന്നും ഈ ഡ്രഗ് ലിസ്റ്റ് നോക്കിങ്ങാണ്ട് ഡോക്ടറിന് മനസ്സിലാക്കാൻ സാധിക്കും. The committee select medications based on their effectiveness, their cost, and the need for them at each particular hospital. ഈ കമ്മിറ്റി ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എങ്ങനെയുള്ള മരുന്നുകളായിരിക്കും സെലക്ട് ചെയ്യുന്നത്, ആ മരുന്നുകളുടെ എഫക്റ്റീവ്നെസ് ആ അസുഖത്തിന് ആ മരുന്ന് എത്രത്തോളം ഫലപ്രാപ്തി ഉണ്ടാക്കും, ആരോഗ്യത്തെ എത്രത്തോളം എഫക്ട് ചെയ്യും എന്നതിന്റെ അടിസ്ഥാനത്തില് കോസ്റ്റ് ആ മരുന്നിന്റെ കോസ്റ്റ് ഒരുപാട് കോസ്റ്റ് കൂടുതലുള്ള മരുന്നുകൾ അവർക്ക് എന്താണ് വാങ്ങിക്കാൻ പറ്റില്ല ഹോസ്പിറ്റലിൽ. അപ്പൊ അതിന്റെ കോസ്റ്റ് ആൻഡ് ദ നീഡ് ഫോർ ദം അറ്റ് ഈച്ച് പെർട്ടിക്കുലർ ഹോസ്പിറ്റൽ എന്താണ് ആ മരുന്ന് ആ ഹോസ്പിറ്റലിന് ആവശ്യമുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് പീഡിയാട്രിക് സെക്ഷൻ ഇല്ല ആ ഹോസ്പിറ്റലില് ആ മരുന്ന് അപ്പൊ ആ ഹോസ്പിറ്റലിന് പീഡിയാട്രിക് മരുന്നുകൾ വാങ്ങിച്ചത് കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താണ് ആ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ആ മരുന്നുകൾ വാങ്ങില്ല, ആ ഹോസ്പിറ്റലിന് അതിന്റെ ആവശ്യമില്ല. അപ്പൊ the committee select medication based on their effectiveness, ആ മരുന്നിന്റെ ഇഫക്റ്റ് എത്രത്തോളം ഫലപ്രാപ്തി ഉണ്ടാക്കും, അതിന് their cost അതിന്റെ വില and the need for them at each particular hospital, ആ ഹോസ്പിറ്റലിന് ആ മരുന്നിന്റെ ആവശ്യമുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് മറ്റേ നമ്മുടെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി മരുന്നുകളെ സെലക്ട് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്ന് നോക്കിയാട്ട്. മിസ് മൂന്നാമത്തെ ഒന്നുകൂടെ പറയാ. പറയാം. Doctor use the formulary to find out each medications the hospital has available to treat a given symptoms or condition. എന്താണ് ഡോക്ടേഴ്സിന് ഈ ഡ്രഗ് ലിസ്റ്റ് നോക്കിങ്ങാണ്ട് ആളുടെ അടുത്ത് വരുന്ന പേഷ്യന്റിന് ഇന്ന മരുന്ന് കൊടുക്കാം, ഇന്ന ഡിസീസിന് ഇന്ന മരുന്ന് ആ ഹോസ്പിറ്റൽ ഫാർമസിയിൽ അവൈലബിൾ ആണ് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഹോസ്പിറ്റൽ ഫോർമുലറി നോക്കിങ്ങാണ്ട് അപ്പൊ ആ ഡോക്ടർക്ക് എന്താണ് ആ പേഷ്യന്റിന് ആ മരുന്ന് കൊടുക്കാൻ സാധിക്കും. പിന്നെന്താ ഈ മരുന്ന് ഉപയോഗിച്ചത് കൊണ്ട് രോഗിക്ക് എന്തെങ്കിലും രണ്ട് മരുന്നുകൾ ഒന്നിച്ച് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുണ്ട്, എല്ലാവർക്കും അല്ല ചില പേഷ്യൻസിന് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടോ എന്നും ഈ ഡ്രഗ് ലിസ്റ്റ് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ആ ഡോക്ടർ ആസ്പിരിൻ എന്ന ഗുളിക എഴുതി കൊടുക്കണേ ആ പേഷ്യന്റിന് ഇപ്പൊ ആ ഹാർട്ടിന് ബ്ലോക്കാ അങ്ങനെ എന്തെങ്കിലും അസുഖമായിട്ട് വരുന്ന പേഷ്യന്റ് ആണ്, ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നല്ല രീതിയിൽ നടക്കാം, ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാൻ ആസ്പിരിൻ എന്നുള്ള ഗുളിക എഴുതി കൊടുക്കണം. അപ്പൊ ആ ഡോക്ടർ
നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസി ആൾക്കാരുടെ സിസ്റ്റത്തിൽ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും ഹോസ്പിറ്റലിലെ ഡ്രഗ് ലിസ്റ്റ്. അപ്പൊ നോക്കുമ്പോ ആ ഗുളികയില്ലെങ്കിൽ ആൾക്ക് എന്താ ആ സെയിം ഡിസീസിന് വേറെ ഏത് മരുന്നാണ് നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ സാധിക്കും. അപ്പൊ മനസ്സിലായോ? ക്ലിയർ മാം. ഹോസ്പിറ്റൽ ഫാർമസിയിലെ ഡ്രഗ് ലിസ്റ്റ് നോക്കിങ്ങാണ്ട് ഒരു ഡോക്ടറിന് പേഷ്യന്റിനെ അവിടെ ഏത് ആ ഡിസീസിന് ഇപ്പൊ പനിയായിട്ട് വരുന്ന പേഷ്യന്റിനെ അല്ലെങ്കിൽ തലകറക്കായിട്ട് വരുന്ന പേഷ്യന്റിനെ ആ ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഏത് മരുന്നാണ് ആ ഡിസീസിന് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലായത്? ഓക്കെ, ക്ലിയർ ആയി മാം. യെസ് മാം. ആ 4 പോയിന്റ് ക്ലിയർ ആയോ? ഹോസ്പിറ്റൽ ഫോർമുലറി അത് ഉപയോഗിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നതെന്ന്. ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുക്കാലോ. നെക്സ്റ്റ് ഇന്റൻഡിങ് ഓഫ് ഡ്രഗ്സ്. ഇന്റൻഡിങ് ഓഫ് ഡ്രഗ്സ്. ഇന്റൻഡിങ് എന്ന് പറഞ്ഞാല് റിക്വസിഷൻ അല്ലെങ്കിൽ നിഘണ്ടു എന്നൊക്കെ പറയും. അതെന്തായിരിക്കും? ഒരു മെഡിക്കൽ സ്റ്റോറിൽ അല്ലെങ്കിൽ ഒരു ഫാർമസിയില് ഉള്ള മരുന്നിന്റെ ഓർഡറുകൾ എന്തൊക്കെ മരുന്നുകൾ അവർ ഓർഡർ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ മരുന്നുകൾ അവർക്ക് ഓർഡർ ചെയ്യണം, അതല്ല എന്തൊക്കെ മരുന്നുകൾ അവർ വിതരണം ചെയ്യാൻ അവർക്ക് സ്റ്റോക്ക് ഉണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു ഔദ്യോഗിക ഓർഡറാണ്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മൾ കിച്ചണിൽ ഹൗസ് വൈഫ് ആണെങ്കിൽ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തറിയാൻ പറ്റും? ആ കിച്ചണിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് ഇല്ലേ? അറിയാൻ പറ്റൂലേ? അവർക്ക് എന്തൊക്കെ സാധനങ്ങൾ തീരാറായി, പുതിയതായിട്ട് എന്തൊക്കെ വാങ്ങണം എന്നതിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ഐഡിയ ഉണ്ടായിരിക്കൂലേ? അത് അങ്ങനെയുള്ള ഒരു ഓർഡർ. അതിപ്പോ ഫാർമസിയിലാവുമ്പോ എന്തായിരിക്കും? എന്തിനെ കുറിച്ചുള്ള ഒരു ഓർഡർ ആയിരിക്കും? മരുന്നുകളെ കുറിച്ചുള്ള ഒരു ഓർഡർ ആയിരിക്കും അല്ലേ? അല്ലേ? അതാണ് ഇന്റൻറ്റീവ്. The hospital must have a clear hospital formulary that may contain 250 to 300 drugs. എന്താണ്? ഒരു ഹോസ്പിറ്റലില് ക്ലിയർ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഫോർമുലറി ഉണ്ടായിരിക്കുന്ന നല്ല രീതിയിലുള്ള അവിടെയുള്ള എല്ലാ മെഡിസിന്റെ ഇൻഫർമേഷൻ ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ഫോർമുലറി ഉണ്ടാവും. അതിൽ എത്ര മരുന്നുകൾ വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും? 250 മുതൽ 300 വരെ ഡ്രഗ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഓരോ ഹോസ്പിറ്റലിനെ ലോസിനൊക്കെ അടിസ്ഥാനമാക്കിയാണ് ആ മരുന്നുകളുടെ എണ്ണത്തിൽ വ്യത്യാസങ്ങൾ വരുന്നത് കേട്ടോ. ക്ലിയർ ആണോ? അത് ക്ലിയർ ആണോ? നെക്സ്റ്റ്, ഡ്രഗ് ടു ബി ഇന്റൻഡഡ് കീപ്പിംഗ് സേഫ്റ്റി സ്റ്റോക്ക് ഇൻ മൈൻഡ്. എന്താണ് ഈ ഇന്റന്റ്? ഈ ഡ്രഗ് ലിസ്റ്റിന്റെ ഇന്റന്റ് അവിടെയുള്ള ഫാർമസിസ്റ്റിന്, ആരായിരിക്കും ഫാർമസിയിലുള്ളത്? ഒരു ഫാർമസിസ്റ്റ്. അവർക്ക് എന്താണ് മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടാകും. ഇപ്പൊ കിച്ചണിൽ ഞാൻ പറഞ്ഞില്ലേ, കിച്ചണിൽ വർക്ക് ചെയ്യുന്ന അമ്മമാർക്ക് അല്ലെങ്കിൽ ആൾക്കാർക്ക് എന്തറിയാം? കിച്ചണില് തീരുന്ന സാധനങ്ങള് നമ്മ മൈൻഡിൽ സൂക്ഷിച്ചിട്ടുണ്ടാവില്ലേ? അറിയാൻ പറ്റൂലേ? ഉണ്ടാവും. അതാണ് ഡ്രഗ് ടു ബി ഇന്റൻഡ് കീപ്പിംഗ് സേഫ്റ്റി സ്റ്റോക്ക് ഇൻ മൈൻഡ്. ഏതൊക്കെ മെഡിസിൻസ് തീരാറായി, ഏതൊക്കെ മെഡിസിൻസ് പുതിയതായിട്ട് വരുത്തണം, അങ്ങനെയുള്ളതിനെ കുറിച്ച് ഒരു സ്റ്റോക്കിന്റെ ഒരു ഇന്റന്റ് മൈൻഡിൽ ഉണ്ടായിരിക്കുക. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഷുഡ് ബി ഫോളോഡ് ടു ത്രോഫ്റ്റ് ഓവർ സ്റ്റോക്കിംഗ് ഓർ തെഫ്റ്റ്. എന്താണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ക്രീൻ കാണുന്നുണ്ട് എല്ലാവർക്കും? ലാസ്റ്റ് നോക്കിയേ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ EOQ. EOQ is the number of units that a company should add to the inventory with each order to minimize the total cost of inventory. എന്താണ് നമ്മൾ ഓർഡർ ചെയ്യുന്ന ഒരു സാധനം? ഇപ്പൊ ഫാർമസിയിൽ ഓർഡർ ചെയ്യുന്നത് എന്തായിരിക്കും? മെഡിസിൻസ് ആയിരിക്കും. അതിന്റെ കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം, അതാണ് EOQ. അതിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഹോൾഡിംഗ് ചാർജ്,
നമ്മ ഓർഡർ ചെയ്യുന്ന കോസ്റ്റ്, നമ്മ ഷോർട്ടേജ് കോസ്റ്റ്, അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ സാധിക്കും. ഇപ്പൊ നമുക്കറിയാം, നമ്മ ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണമെങ്കിൽ എക്കണോമിക് ക്ലാസ് ഉണ്ടാവും, ബിസിനസ് ക്ലാസ് ഉണ്ടാവും. അപ്പൊ എക്കണോമിക് ക്ലാസ്സിന് എന്തായിരിക്കും? റേറ്റ് കുറവായിരിക്കില്ലേ? കുറവായിരിക്കോ? കുറവായിരിക്കോ? കുറവാണ്. നമ്മുടെ കോസ്റ്റ്, നമുക്ക് ചെലവാവുന്ന കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് EOQ. EOQല് ഇൻവെന്ററി ഉണ്ടാവും. അതിൽ നമ്മൾ ഏതൊക്കെ സാധനങ്ങളാണ്, ഏതൊക്കെ മെഡിസിൻസ് ആണ്, എത്ര ക്വാണ്ടിറ്റി ആണ്, എത്ര ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ഓക്കെ, EOQ മനസ്സിലായ? നമ്മ പർച്ചേസ് ചെയ്യുന്ന ഓർഡറിന്റെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം, ആ ഒരു ഇൻവെന്ററി. അതാണ് ആ ഇൻവെന്ററിയില് നമ്മ ഓർഡർ ചെയ്യുന്ന സാധനങ്ങളുടെ ഏതൊക്കെ സാധനങ്ങൾ, അതിന്റെ പേര്, നെയിംസ്, എത്ര ഓർഡർ ചെയ്തിട്ടുണ്ടോ, സ്റ്റോക്ക്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. EOQ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഷുഡ് ബി ഫോളോഡ് ടു സോഫ്റ്റ് ഓവർ സ്റ്റോക്കിംഗ് ഓർ തെഫ്റ്റ്. എന്താണ്? നമുക്ക് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി യൂസ് ചെയ്തുകൊണ്ട്, ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് ഓവർ സ്റ്റോക്കിംഗ്, ഒരു മെഡിസിന് കൂടുതൽ സ്റ്റോക്ക് ഇല്ലാതിരിക്കാൻ, എന്ന് വെച്ചാൽ എല്ലാ മെഡിസിനും ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിന്റെ നമ്പർ ഉണ്ടാവും, റേഞ്ച് ഉണ്ടാവും. ഇത്ര റേഞ്ചിൽ ഇന്ന മരുന്ന് സ്റ്റോക്ക് വേണമെന്ന്. അപ്പൊ അതിന്റെ കൂടുതൽ മരുന്നുകൾ സ്റ്റോക്ക് ചെയ്യാതിരിക്കാൻ നമുക്ക് സാധിക്കും. കൂടാതെ എന്തെങ്കിലും കളവ്, എന്തെങ്കിലും ആരെങ്കിലും മരുന്നുകൾ എടുക്കുന്നുണ്ടോ, ഇപ്പൊ ഫാർമസിയിലാണെങ്കിലും ഒരുപാട് ആളുകൾ എന്തെങ്കിലും കളവ് നടത്തുന്നുണ്ടോ എന്നതിനെ കുറിച്ചൊക്കെ അറിയാൻ ഈ EOQ ഉപയോഗിച്ച് സാധിക്കും. മനസ്സിലായോ? EOQയിൽ എന്താണ്? ഈ നമ്മ ഓർഡർ ചെയ്യുന്ന മെഡിസിൻസിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. എത്ര മരുന്ന്, എത്ര ക്വാണ്ടിറ്റിയിൽ നമ്മ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. മനസ്സിലായോ? യെസ് മാം. Okay. Next, order to be issued as soon as a critical level is reached. എന്താണ്? നമുക്ക് ക്രിട്ടിക്കൽ മെഡിസിൻസിന്റെ ക്രിട്ടിക്കൽ ലെവൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആർക്കെങ്കിലും പറയാമോ? സ്റ്റോക്ക് തീരുക. സ്റ്റോക്ക് തീരുക. അപ്പൊ ആ സ്റ്റോക്ക് തീരണേക്ക് മുമ്പ് എന്ത് വേണം? നമുക്ക് മരുന്നുകൾ ഓർഡർ ചെയ്യണം. ഇപ്പൊ നമ്മൾ സ്റ്റോക്ക്, ഒരു മെഡിസിൻ തീർന്നിട്ടാണ് ഓർഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? നമുക്ക് പേഷ്യന്റിന് ആ മരുന്ന് കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ ആ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഓർഡർ പ്ലേസ് ചെയ്യാം. മനസ്സിലായില്ലേ? ക്രിട്ടിക്കൽ ലെവൽ എത്തുന്നതിന് മുമ്പ് മരുന്നുകൾ നമ്മൾ പ്ലേസ് ചെയ്യുക, ഓർഡർ ചെയ്യുക. ഇൻ കേസ് ഓഫ് ഡ്രഗ്സ് ഇമ്പോർട്ടഡ് ആംബിൾ ലീഡ് ടൈം ടു ബി ടേക്കൻ. എന്താണ്? നമുക്ക് ചില മരുന്നുകൾ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും, വിദേശ രാജ്യത്ത് നിന്ന് അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനെന്താണ്? മതിയായ ടൈം കൊടുക്കണ്ടേ? ഇപ്പൊ നമ്മൾ വേറെ സ്ഥലത്തുനിന്ന്, രാജ്യത്തുനിന്ന് ഒരു മരുന്ന് വരുത്തിക്കണം, നമ്മൾ പറയണം ഇന്ന് ഓർഡർ ചെയ്യണം, അപ്പൊ നാളെ തന്നെ കിട്ടണം എന്ന് പറഞ്ഞാൽ കിട്ടോ? അത് പോസിബിൾ ആണോ? ആണോ? അല്ല. അല്ല. എന്താണ്? അങ്ങനെയുള്ള ഇമ്പോർട്ട് ചെയ്യേണ്ട മരുന്നുകൾക്ക് ശരിയായ സമയം കൊടുക്കുക അത് വരാനായിട്ട്. റെസിപ്റ്റ് ഓഫ് ഡ്രഗ്സ്. എന്താണ്? ഡ്രഗ്സിന്റെ റെസിപ്റ്റ്. ഓൾ ഡ്രഗ്സ് റിസീവ്ഡ് മസ്റ്റ് ബി ചെക്ക്ഡ് വേർഡ് ബാച്ച് നമ്പർ, ക്വാണ്ടിറ്റി, ഡേറ്റ് ഓഫ് എക്സ്പയറി. എന്താണ്? നമ്മൾ സ്വീകരിക്കുന്ന എല്ലാ മരുന്നുകളും, ഓർഡർ ചെയ്തിട്ട് വരുന്ന എല്ലാ മരുന്നുകൾ എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാം. എങ്ങനെയൊക്കെയാണ്? അതിന്റെ വെയിറ്റ്, ബാച്ച് നമ്പർ. ഓരോ മരുന്നിനും ഓരോ ബാച്ച് നമ്പർ ആയിരിക്കും. ഓരോ മരുന്നിനും ഓരോ ബാച്ച് നമ്പർ ആയിരിക്കും. ആ ബാച്ച് നമ്പർ സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യാം. ക്വാണ്ടിറ്റി, നമ്മൾ കൊടുത്ത അത്രയും ക്വാണ്ടിറ്റി ആ മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ. ഡേറ്റ് ഓഫ് എക്സ്പയറി ഡേറ്റ് നോക്കാം. പെട്ടെന്ന് തീർന്നു. ഇപ്പൊ നമുക്ക് ഇന്ന് കൊണ്ടുവന്നിട്ട് ഒരു മാസം കൊണ്ട് തീരുന്ന, എക്സ്പയറി ഡേറ്റ് തീരുന്ന ഉള്ള മരുന്നുകളാണെങ്കിലോ പാടല്ലേ അത്? അപ്പൊ ഡേറ്റ് ഓഫ് എക്സ്പയറി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാം. പിന്നെ നെക്സ്റ്റ്, റാൻഡം സാമ്പിൾസ് ഓഫ് ഈച്ച് ബാച്ച് സാമ്പിൾ ഹാസ് ടു ബി സെൻഡ് ടു ലാബ് ഫോർ ക്വാളിറ്റി ടെസ്റ്റിംഗ്. എന്താണ്? നമ്മൾ ഫസ്റ്റ് ഒടുങ്ങി പറയുന്നുണ്ട്, മെഡിസിൻ എന്ത് ചെയ്തിരിക്കണം? ക്വാളിറ്റി ടെസ്റ്റ് ഇല്ലേ? ക്വാളിറ്റി
ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ശരിയായ ഓർഡറിൽ എടുക്കരുത്, റാൻഡം സാമ്പിൾ ആയിരിക്കണം സെലക്ട് ചെയ്യുക. ഇടയിന്നൊക്കെ എടുത്ത് മരുന്നുകൾ സെലക്ട് ചെയ്തിട്ട് ടെസ്റ്റിന് ലാബിലേക്ക് അയക്കാം. In case of any doubt or substandard, drug should be used only after lab test. നമുക്കിപ്പോ തന്നിരിക്കുന്നത് ഇപ്പൊ ഏതെങ്കിലും സപ്ലയേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും മാനുഫാക്ചേഴ്സ് കൊണ്ടുവന്ന മരുന്നുകൾ നമുക്ക് ഡൗട്ട് ഉണ്ട്, അതിന് സ്റ്റാൻഡേർഡ് കുറവാണ്, അത് എന്താണ് നല്ല മരുന്നല്ല, എന്തെങ്കിലും ആഫ്റ്റർ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കാനായിട്ട് സാധ്യതയുള്ള മരുന്നാണ് ഫാർമസിസ്റ്റിന് തോന്നുകയാണെങ്കിൽ അത് എന്ത് ചെയ്യാം, ലാബ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്താ, ഒന്നുകിൽ പേഷ്യന്റിന് കൊടുക്കാനോ അതല്ലെങ്കിൽ അവിടെ ലാബിൽ ഫാർമസിയിൽ വിതരണത്തിനൊക്കെ പാടുള്ളൂ. എന്തിനു ശേഷം, ലാബ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ആ മരുന്ന് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇന്റൻഡിങ് ഓഫ് ഡ്രഗ്സ്. ഇന്റൻഡിങ് എന്ന് പറഞ്ഞാല് ഒരു ഫാർമസിയിൽ നിന്നുള്ള മരുന്നിന്റെ ഓർഡറിന്റെ വിതരണത്തിന്റെ ഉള്ള ഒരു ഔദ്യോഗിക ഓർഡർ, ഒരു ഓർഡർ. ഇന്റൻഡിങ് ഓഫ് ഡ്രഗ്സ് ഒന്ന് വായിച്ചു നോക്കിയേ. ഒരു ഹോസ്പിറ്റൽ ഫാർമസിയില് ക്ലിയർ ആയ ഒരു ഹോസ്പിറ്റൽ ഫോർമുലറി ഉണ്ടായിരിക്കുക. അതിൽ 250 മുതൽ 300 വരെ ഡ്രഗ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. പിന്നെന്താണ്, ഡ്രഗിന്റെ ഇന്റന്റ് എന്താണ്, അവിടുത്തെ ഫാർമസിസ്റ്റിന് മാം, ഇന്റൻഡിങ്ങിന്റെ മീനിങ് എന്താ? ഇന്റൻഡിങ് എന്ന് പറഞ്ഞാല് നിഘണ്ടു എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ മരുന്നിന്റെ നിഘണ്ടു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മരുന്നിന്റെ ഏതൊക്കെ മരുന്നുകൾ സ്റ്റോക്ക് ഉണ്ട്, ഏതൊക്കെ മരുന്നുകൾ പുതിയതായിട്ട് ഓർഡർ ചെയ്യണം, ഏതൊക്കെ മരുന്നുകൾ വിതരണത്തിന് അവിടെ ആ ഫാർമസിയിൽ സ്റ്റോക്ക് ഉണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ. മനസ്സിലായോ? തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാല് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഈ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാല് നമ്മുടെ മരുന്നുകൾ നമ്മൾ പർച്ചേസ് ചെയ്യൂല ഒരു ഓർഡർ, അതിന്റെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പൊ അതിൽ ഹോൾഡിംഗ് ചാർജ്, ഓർഡർ കോസ്റ്റ്, അതൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഈ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയില് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളുടെ ഒരു കറക്റ്റ് ആയി ലിസ്റ്റ് ഉണ്ടായിരിക്കും. ഇത് ഏതൊക്കെ മെഡിസിൻസ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്തത്, എത്ര ക്വാണ്ടിറ്റിയിൽ പർച്ചേസ്, അങ്ങനെയുള്ള ഒരു ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കും ഇൻവെന്ററിയില്. അപ്പൊ ഈ ഇൻവെന്ററി നോക്കിക്കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും മരുന്നുകൾ കൂടുതൽ ഓവർ സ്റ്റോക്ക് വന്നിട്ടുണ്ടോ, ഏതെങ്കിലും മരുന്നുകൾക്ക് അളവ് സംഭവിച്ചിട്ടുണ്ടോ എന്നതിനെ കുറിച്ചൊക്കെ അറിയാൻ സാധിക്കും. ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. നെക്സ്റ്റ്, ഓർഡർ ടു ബി ഇഷ്യൂഡ് ആസ്, നമുക്ക് ക്രിട്ടിക്കൽ ലെവൽ എത്തുന്നതിനെക്കാട്ടി മുമ്പ്, നമുക്ക് മരുന്നിന്റെ സ്റ്റോക്ക് തീരുന്നതിനെക്കാട്ടി മുമ്പ് നമ്മൾ എന്ത് ചെയ്യാം, പുതിയ സ്റ്റോക്ക് എടുക്കുക. ഇൻ കേസ് ഓർഡർ കൊടുക്കുക. ഇൻ ഓർഡർ നമുക്ക് ചില മരുന്നുകൾ ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് വിദേശത്ത് നിന്ന്, അല്ലെങ്കിൽ കൊണ്ടുവരുന്നതുണ്ടെങ്കിൽ അതിന് മതിയായ ടൈം കൊടുക്കുക. ഡ്രഗ്സിന്റെ റെസിപ്റ്റ് കൊടുക്കുക. ഓൾ ഡ്രഗ്സ് എന്താണ്, എല്ലാ മരുന്നുകളും കിട്ടിയ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് വരുന്നാല് നമ്മൾ വാങ്ങുന്ന മരുന്നുകളുടെ ഒക്കെ എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം, വെയിറ്റ് നോക്കുക, ബാച്ച് നമ്പർ സെയിം ബാച്ച് നമ്പർ ആണോ, ക്വാണ്ടിറ്റി ഉണ്ടോ, നമുക്ക് കൊടുത്ത അത്രയും ക്വാണ്ടിറ്റിയിലുള്ള ക്വാണ്ടിറ്റി മരുന്ന് തന്നിട്ടുണ്ടോ, എക്സ്പയറി ഡേറ്റ് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചൊക്കെ ചെക്ക് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് കിട്ടിയിരിക്കുന്ന മരുന്നുകളുടെ റാൻഡം സാമ്പിൾ എന്ന് വെച്ചാൽ ഒരു ഓർഡറിൽ എടുക്കരുത്, നമ്മൾ എവിടെയൊക്കെ എടുത്തുങ്ങാണ്ട് റാൻഡം സാമ്പിൾ വെച്ചെടുത്തുങ്ങാണ്ട് അത് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് ലാബിലേക്ക് അയക്കാം. പിന്നെ നമുക്കിപ്പോ നമ്മൾ പർച്ചേസ് ചെയ്തത് അത് നല്ല ഓർഡർ ചെയ്ത മരുന്നുകള് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് സംശയം തോന്നണ ഇത് നമ്മൾ വിചാരിച്ച സ്റ്റാൻഡേർഡ് ഇല്ല, ഇതിലെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് ലാബിൽ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ വിതരണം ചെയ്യുക. ഇത്രേ ഉള്ളൂ. പിന്നെ EOQ എന്താണ് നേരത്തെ പറഞ്ഞതാണ്. EOQ എന്ന് പറഞ്ഞാല് ഷുഡ് ബി ആഡ് ടു ഇൻവെന്ററി. ഇൻവെന്ററിയിൽ എന്താണ് നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനങ്ങളുടെ എത്ര നമ്പേഴ്സ്, എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, ഏതൊക്കെയാണ് എന്നതൊക്കെ ഉണ്ടായിരിക്കും. വിത്ത് ഈച്ച് ഓർഡർ ടു മിനിമൈസ് ദ, ഇതെന്താണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ടോട്ടൽ കോസ്റ്റിന് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. EOQ ക്ലിയർ ആയത്? ഇന്റൻഡിങ് ഓഫ് ഡ്രഗ്സ് ക്ലിയർ ആയോ? ക്ലിയർ ആയി.
ഇപ്പൊ എന്തൊക്കെ പഠിച്ചു നമ്മ? ഫാർമസിയിലെ എക്യുപ്മെന്റ്സ് പഠിച്ചു. ആദ്യം തന്നെ ഫാർമസിയിലെ ഫങ്ഷൻസ് പഠിച്ചു അല്ലേ? പിന്നെ ഒബ്ജക്റ്റീവ്സ് പഠിച്ചു അല്ലേ? ആരെന്താ മിണ്ടാത്തെ? മറന്നുപോയാ പഴയതൊക്കെ? Yes, ma'am. പിന്നെ എന്തൊക്കെ എക്യുപ്മെന്റ്സ്? ഇൻഫ്രാസ്ട്രക്ചർ പഠിച്ചു. പിന്നെ എന്തൊക്കെ എക്യുപ്മെന്റ്സ് ഉണ്ടെന്ന് പഠിച്ചു ഇല്ലേ? പിന്നെ പറഞ്ഞ ഹോസ്പിറ്റൽ ഫോർമുലറി, ഡ്രഗ് ലിസ്റ്റ്. ഹോസ്പിറ്റലിലെ ഡ്രഗ് ലിസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്, അത് എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഒരു മെഡിസിൻസിന്റെ അല്ലെങ്കിൽ ഡ്രഗ്സിന്റെ ഓർഡർ എന്താണ്, നിഘണ്ടു, അതെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അതെങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് എന്നൊക്കെ പഠിച്ചു. നെക്സ്റ്റ് പഠിക്കാനുള്ളത് എന്തായിരിക്കും? ഒരു ഫാർമസിയിൽ എന്തൊക്കെ റെക്കോർഡ്സ്, എന്തൊക്കെ രജിസ്റ്റർ ഉണ്ടായിരിക്കും. എക്യുപ്മെന്റ്സ് പഠിച്ച് ഇനി എന്താണ് രജിസ്റ്റർ, എന്തൊക്കെ റെക്കോർഡ്സ് ആയിരിക്കും. നമ്മ പറഞ്ഞു വന്നപ്പോ തന്നെ പറഞ്ഞ ഇന്ന റെക്കോർഡ് ഉണ്ടാവും ഇല്ലേ? ഓരോന്നോരോന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മ ഇല്ലേ? ഓരോന്നും പറഞ്ഞിട്ടില്ലേ? ആർക്കെങ്കിലും പറയാമോ? ഒരെണ്ണം പറയാമോ? 5 ഒന്ന് പറഞ്ഞേ ഏതെങ്കിലും. നമ്മ ഇത്രയും പറഞ്ഞു, അതിൽ തന്നെ നമ്മ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ഇല്ലേ? 5 പറഞ്ഞേ ഏതെങ്കിലും ഒന്ന്. അഞ്ജു സെബാസ്റ്റ്യൻ പറയുന്നുണ്ടാ? പറയുന്നുണ്ട് അഞ്ജു? ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഉണ്ടാകുന്ന ഒരു റെക്കോർഡ്സ് അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ ഏതെങ്കിലും ഒന്ന് നമ്മ പറഞ്ഞു. എക്സ്പയറി രജിസ്റ്റർ. രജിസ്റ്റർ. Stock register. Formulary. ശാരി ക്ലിയർ ആയില്ല. സ്റ്റോക്ക് രജിസ്റ്റർ ഉണ്ടാവും. പിന്നെ ഒന്ന് പറഞ്ഞേ. ഡ്രഗ് റിയാക്ഷന്റെ രജിസ്റ്റർ ഉണ്ടാവും. മരുന്നുകളുടെ പേര് രജിസ്റ്റർ ചെയ്യും. ഓക്കെ. പിന്നെ മരുന്നുകളുടെ എല്ലാം സ്റ്റോക്കുള്ള മെഡിസിന്റെ എല്ലാം പേര് രജിസ്റ്റർ കാണത്തില്ലേ? സ്റ്റോക്ക് ലെഡ്ജർ. വേണ്ട എക്യുപ്മെന്റ്സിന്റെ ലിസ്റ്റ് കാണും. എക്യുപ്മെന്റ്സിന്റെ ലിസ്റ്റ് ഉണ്ടാവും. അവിടുത്തെ സ്റ്റാഫുകളുടെ ഒരു രജിസ്റ്റർ കാണത്തില്ലയോ? ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്. സ്റ്റോക്ക് ലെഡ്ജർ ഓഫ് ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ്. ഓരോ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സിന്റെ എന്താണ് സ്റ്റോക്ക് ലെഡ്ജർ. ഇത്ര സ്റ്റോക്ക് ഉണ്ട്, ഇന്ന മരുന്ന് ഇന്ന സ്റ്റോക്ക്, അങ്ങനെയുള്ള സ്റ്റോക്ക് ലെഡ്ജർ ഉണ്ടാവും. ഇൻഡന്റ് ആൻഡ് റെസിപ്റ്റ് വൗച്ചർ. ഇൻഡന്റ് പറഞ്ഞല്ലേ, മരുന്നുകളിന്റെ ഓർഡറിന്റെ വിതരണത്തിന്റെ ഉള്ള ഒരു ലെഡ്ജർ, ഒരു ഔദ്യോഗിക ഓർഡർ, അതാണ് ഇൻഡന്റ്. ആൻഡ് റെസിപ്റ്റ് വൗച്ചർ, നമുക്ക് റെസിപ്റ്റ്, ഇപ്പൊ സാലറി റെസിപ്റ്റ് ഉണ്ടാവും, അതല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണേ അതിനുള്ള റെസിപ്റ്റ് ഉണ്ടാവും, അങ്ങനെയുള്ള റെസിപ്റ്റ് വൗച്ചർ ഉണ്ടാവും. ഡ്രഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്, നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഈ ഡ്രഗ് ഇൻസ്പെക്ഷൻ നടത്തുന്നത് ആരാണെന്ന് പറഞ്ഞു? ഡ്രഗ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ആണെന്ന് പറഞ്ഞില്ലേ ഇൻസ്പെക്ഷൻ നടത്താം. പറഞ്ഞിരുന്നു. അപ്പൊ ഈ ഇൻസ്പെക്ഷൻ നടത്തിയതിന്റെ റിപ്പോർട്ട് ഉണ്ടായിരിക്കും, ഡ്രഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്. ഇൻഡെക്സ് രജിസ്റ്റർ ആൻഡ് പിൻ കാർഡ്സ്. ഇൻഡെക്സ് രജിസ്റ്റർ എന്ന് പറഞ്ഞാല് ഒരു പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ്, മെഡിക്കൽ റെക്കോർഡ്സ്, അത് നമ്മ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരിക്കുന്നത്, അതിനെ പറയാനാണ് ഇൻഡെക്സ് രജിസ്റ്റർ. പിൻ കാർഡ്സ് എന്ന് പറഞ്ഞാൽ അതെ താഴെ കിടക്കുന്നുണ്ട്. കണ്ടെല്ലാവരും കണ്ടോ? കണ്ടു. ഇതാണ് ബിൻ കാർഡ്. ബിൻ കാർഡ് എന്ന് പറഞ്ഞാല് അത് ബിൽ നമ്പർ ഉണ്ടാവും, ഏത് മെറ്റീരിയൽ ആണ്, ഇതാണ് നമ്മൾ ഓർഡർ കൊടുത്തത്, ഏത് കോഡ് നമ്പർ ആണ്. സ്റ്റോക്ക് ലെഡ്ജർ ഫോളിയോ എന്ന് പറഞ്ഞിട്ട് ഒരു
നമ്മിപ്പോ കൊടുക്കുന്ന ഒരു മരുന്ന് അത് ഏത് പേജ് നമ്പറിൽ ലെഡ്ജർ അക്കൗണ്ടിൽ ഏത് പേജ് നമ്പറിലാണ് കൊടുക്കുന്നത് അതാണ് സ്റ്റോർസ് ലെഡ്ജർ ഫോളിയോ എന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മ സ്റ്റോറിൽ ആ മരുന്ന് എവിടെയാണ് സ്റ്റോക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിന് നമ്പർ പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്. അത് അപ്പൊ നമുക്ക് ഇതിൽ ഈ ബിൻ കാർഡിൽ ഉൾപ്പെടുത്തുന്നത് എന്താണ്? ആദ്യം ഡേറ്റ്, ഏത് ഡേറ്റിന്, പിന്നെ ക്വാണ്ടിറ്റി റിസീവഡ്, എത്ര ക്വാണ്ടിറ്റി നമ്മ വാങ്ങിച്ചു, നമുക്ക് കിട്ടി, റിസീവ് ചെയ്തു. ക്വാണ്ടിറ്റി ഇഷ്യൂഡ്, അതെന്താണ്? ഇപ്പൊ ഒരു മെഡിസിൻസ് മേടിച്ചത് അത്രയും നമ്മ മെഡിക്കൽ ഫാർമസിയിൽ ഇഷ്യൂ ചെയ്യാൻ കൊടുക്കില്ല, വിതരണത്തിന് കൊടുക്കില്ല, കുറച്ച് എന്ത് ചെയ്യും, മെഡിക്കൽ സ്റ്റോറില് സ്റ്റോർ ചെയ്യും. അതാണ് ക്വാണ്ടിറ്റി ഇഷ്യൂഡ്. ബാലൻസ് എത്രയുണ്ട്, ബാക്കി ഇപ്പൊ റിസീവ് ചെയ്ത അത്രയും ക്വാണ്ടിറ്റി നമ്മ എന്ത് ചെയ്യില്ല, ഇഷ്യൂ ചെയ്യില്ല ഫാർമസിയിൽ വിതരണത്തിന്. ഇപ്പൊ ബാലൻസ്, പിന്നെ റിമാർക്സ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ബിൻ കാർഡ്സ് മനസ്സിലായോ? ജസ്റ്റ് ഫാർമസിയിലെ യൂസിന് വേണ്ടിയിട്ട് ഉള്ള ജസ്റ്റ് ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് എക്സ്പയറി ഡേറ്റ് രജിസ്റ്റർ. അതില്ലേ നമ്മുടെ മരുന്നുകൾ എക്സ്പയറി ഡേറ്റ്, മരുന്നുകളുടെ എക്സ്പയറി എഴുതിയ ഒരു രജിസ്റ്റർ ഉണ്ടാവും. അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ്, എന്താണ്? മരുന്നുകൾ, ഏതെങ്കിലും മരുന്നുകൾ കഴിച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും പ്രതികൂല എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ അങ്ങനെയുള്ള റെക്കോർഡ്സ്. ഫയൽ ഓഫ് കറസ്പോണ്ടൻസ് വിത്ത് സപ്ലയേഴ്സ് ആൻഡ് യൂണിറ്റ്സ്, എന്താണ്? ഓരോ സപ്ലയേഴ്സിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഈ സപ്ലയേഴ്സ് ഇത്ര യൂണിറ്റ് മെഡിസിൻ തന്നു, അങ്ങനെയുള്ള സപ്ലയേഴ്സിന്റെ ഡീറ്റെയിൽസ് എഴുതിയ ഒരു ഫയൽ ഉണ്ടാവും. ലെഡ്ജർ അക്കൗണ്ട് ഫോർ റെമിറ്റൻസ് ഓഫ് വൗച്ചേഴ്സ്, എന്താണ്? അവര് പണം അയക്കാൻ, ഇപ്പൊ ഓർഡർ ചെയ്തിട്ട് അവർക്ക് പൈസ അടക്കണ്ടേ, അതല്ലെങ്കിൽ അവര് അങ്ങനെ പർച്ചേസ് ചെയ്തതിനുള്ള പണം അടക്കാനുള്ള ഒരു ലെഡ്ജർ അക്കൗണ്ട് ഉണ്ടാവും. ഡിനൗൺസിയേഷൻ റെക്കോർഡ് ഓഫ് നോൺ കൺസ്യൂമബിൾസ് ആൻഡ് കൺസ്യൂമബിൾസ് എന്ന് വെച്ചാല് ചില മരുന്നുകൾ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല, ചില മരുന്നുകള് നമുക്ക് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കും, ഇപ്പൊ കാഴ്ചപ്പോവേ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന മരുന്നുകൾ ഉണ്ടാവും. പിന്നെ എന്താണ്? ഉപയോഗിക്കാൻ പാടുള്ള മരുന്നുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള മരുന്നുകളുടെ ഒരു റെക്കോർഡ് ഉണ്ടായിരിക്കുക. ഏതൊക്കെ മരുന്നുകൾ ഉപയോഗിക്കാൻ പറ്റും, ഏതൊക്കെ മരുന്നുകൾ ഉപയോഗിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള റെക്കോർഡ്സ്. ഇയർലി സ്റ്റോക്ക് കൺഫർമേഷൻ റെക്കോർഡ്, ഇയർലി ആ ഫാർമസിയിൽ ആവശ്യമായി വരുന്ന മരുന്നുകളുടെ ഒരു റെക്കോർഡ്. ഹോസ്പിറ്റൽ ഫോർമുലറി, ഹോസ്പിറ്റലിലെ ഡ്രഗ് ലിസ്റ്റ്. ആന്റിബയോട്ടിക് പോളിസി, ആന്റിബയോട്ടിക് പോളിസി എന്ന് പറഞ്ഞാല് നമുക്ക് ഈ മൈക്രോ ഓർഗാനിസംസ് കേട്ടിട്ടുണ്ടോ? അറിയില്ലേ? അമീബ, പാരമേസിയം, അങ്ങനെയുള്ള ഇതുകള്, അതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ചില അസുഖങ്ങളൊക്കെ ഉണ്ടാക്കാം. ഇല്ലേ? ഇപ്പൊ ലൈവില് കുട്ടികളോട് നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടോണ്ടിരിക്കണ്ട്, കുട്ടികളോട് വെള്ളത്തിൽ പോയി കളിക്കരുത്, എന്താണ്? അമീബി കേട്ടോ? ന്യൂസിലൊക്കെ കണ്ടിരുന്നോ? അസുഖങ്ങൾ, പുതിയൊരു പനി, അമീബിക്ക് പനി, ഫീവറാ, അങ്ങനെ എന്തോ വരുന്നുണ്ടെന്ന് പറഞ്ഞു കണ്ട കുട്ടികൾക്ക്. അപ്പൊ കുട്ടികളോട് പരമാവധി ചെളിവെള്ളത്തിൽ അങ്ങനെയുള്ളവരിൽ പോയി കളിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ന്യൂസിൽ എപ്പോഴും ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള അതിനൊക്കെ ചികിത്സ സംഘടിപ്പിക്കുക. പിന്നെ രോഗികളുടെ ആരോഗ്യപരമായ ഫലങ്ങൾ, അവർക്ക് എന്തൊക്കെ ആരോഗ്യപരമായ എന്തൊക്കെ നേട്ടങ്ങൾ കൈവന്നിട്ടുണ്ട് ആ അസുഖത്തിന് ശേഷം, അതിനൊക്കെ ഉള്ള ഒരു പ്രവർത്തനങ്ങളുടെ ഒക്കെ ഒരു കൂട്ടമാണ് ആന്റിബയോട്ടിക് പോളിസി. പിന്നെന്താ? പ്രാദേശികമായി ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രാദേശികമായി വരുന്ന പകർച്ചവ്യാധികള്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, പിന്നെ ഏതൊക്കെ ഡോക്ടേഴ്സിനെ അവർക്ക് നിർദ്ദേശിക്കാം, പിന്നെ ആന്റിബയോട്ടിക്സ് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചുള്ള അറിവ്, അങ്ങനെയുള്ള മെഡിക്കൽ, അങ്ങനെയുള്ള മിക്ക കാര്യങ്ങളെ കുറിച്ചും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പോളിസി, അതാണ് ആന്റിബയോട്ടിക് പോളിസി. മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അത് അതിനെ കുറിച്ച്. സാംക്രമിക രോഗങ്ങള്, പിന്നെ ഇപ്പൊ മൈക്രോ ഓർഗാനിസംസിൽ നിന്നുണ്ടാവുന്ന അസുഖങ്ങൾ, അതിനെങ്ങനെയൊക്കെ ചികിത്സിക്കാൻ പറ്റും,
പിന്നെ പുതിയ ഏതെങ്കിലും മേഖലയിൽ പുതിയ ഡോക്ടേഴ്സിനെ കയറ്റേണ്ടതുണ്ടെങ്കിൽ അതിനെ കുറിച്ച് അതൊക്കെ അവർക്ക് നിർദ്ദേശിക്കാൻ പറ്റും. പിന്നെ കമ്മ്യൂണിറ്റിയിലും ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടാകുന്ന അണുബാധകള് എങ്ങനെയൊക്കെ തടയാം എന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു അവയർനെസ്, അതൊക്കെ ഈ ആന്റിബയോട്ടിക് പോളിസിയുമായി ബന്ധപ്പെട്ടതാണ്. ഹെൽത്തുമായി റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. നെക്സ്റ്റ് നമുക്ക് ഏതൊക്കെ ടൈപ്പിലുള്ള മരുന്നുകൾ ഉണ്ടാവും ഒരു ഫാർമസിയിൽ പറയാൻ പറ്റും ആർക്കെങ്കിലും? അനാൽജസിക് ഉണ്ടാവും, ആന്റിബയോട്ടിക് ഉണ്ടാവും, ആന്റിപൈററ്റിക് ഉണ്ടാവും. പിന്നെ ജനറൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന മരുന്നുകൾ ഉണ്ടാവും. കോൾഡ് സ്റ്റോറേജ് മെഡിസിൻസ്, ജനറൽ മെഡിസിൻ, നാർക്കോട്ടിക് ഡ്രഗ്സ്, നാർക്കോട്ടിക് ഡ്രഗ്സ്, ആന്റി അലർജിക് ഡ്രഗ്സ്, ആന്റി ഫംഗൽ ഡ്രഗ്സ്. ഒന്ന് നോക്കാം. നെക്സ്റ്റ് സ്റ്റോറേജ്. ഏതൊക്കെ ടൈപ്പ് മരുന്നുകളാണ് ഫാർമസിയിൽ സ്റ്റോർ ചെയ്യുന്നത്? ജനറൽ ഡ്രഗ്സ് ഉണ്ടായിരിക്കും, സാധാരണ അസുഖങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന സാധാരണ മരുന്നുകൾ. നാർക്കോട്ടിക് ഡ്രഗ്സ് ഉണ്ടായിരിക്കും. പിന്നെന്താണ്? കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് ഉണ്ടായിരിക്കും, ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ഉണ്ടായിരിക്കും. ഇപ്പൊ ജനറൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞാല് എന്താ സാധാ അസുഖങ്ങൾക്ക് ഈ ഇങ്ങനെയുള്ള മരുന്നുകൾ എന്താണ് നമ്മ ക്യാബിനറ്റിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ കബോർഡുകളിൽ അങ്ങനെയൊക്കെ ആയിരിക്കും സൂക്ഷിക്കുന്നത്. അപ്പൊ ഡ്രഗ് ഷുഡ് ബി ഓർഗനൈസ്ഡ് ആൽഫബറ്റിക്കലി ഇൻ ദ ക്യാബിനറ്റ്. എങ്ങനെ ആ മരുന്നുകൾ ജനറൽ മെഡിസിൻസ് എങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും? ആൽഫബറ്റിക് ഓർഡറിൽ അവരുടെ പേര് എഴുതി കാണിട്ടൊക്കെ സൂക്ഷിക്കുക. പിൻ കാർഡ് ഡെപിക്റ്റിംഗ് സ്റ്റോക്ക് പൊസിഷൻ. എന്താണ് ഈ പിൻ കാർഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റോക്ക് പൊസിഷൻ, ആ മരുന്ന് എത്ര സ്റ്റോക്ക് ഉണ്ട്, തീരാറായോ, പുതിയ മെഡിസിൻസ് വീണ്ടും ഓർഡർ ചെയ്യാറായോ, അങ്ങനെയുള്ള ഒരു സ്റ്റോക്ക് പൊസിഷൻ നമുക്ക് അറിയാൻ പറ്റും. പിൻ കാർഡ് കാണിച്ചെന്നില്ലേ? അത് നോക്കിയിട്ട് നമുക്ക് അറിയാൻ പറ്റും ഈ മരുന്നിന്റെ സ്റ്റോക്ക് പൊസിഷൻ എത്രയാണ്, ഈ മെഡിസിന്റെ സ്റ്റോക്ക് പൊസിഷൻ എവിടെ എത്തി എന്നൊക്കെ അറിയാൻ പറ്റും. ഷോർട്ട് എക്സ്പയറി ടു ബി അറേഞ്ച്ഡ് ഇൻ ഫ്രണ്ട് ആൻഡ് ലോങ് എക്സ്പയറി അറ്റ് ദ ബാക്ക്. അപ്പൊ അതെല്ലായിടത്തും നടക്കുന്ന സംഭവങ്ങളാണ് അല്ലെ. എക്സ്പയറി ഡേറ്റ് കഴിയാറായ മരുന്നുകള് ഫ്രണ്ടിൽ വെക്കാം, എക്സ്പയറി ഡേറ്റ് ഉള്ള മരുന്നുകൾ ബാക്കിലേക്ക് വെക്കാം. ഇപ്പൊ നമ്മ ഒരു സൂപ്പർ മാർക്കറ്റിൽ വരുന്ന സാധനങ്ങൾ എടുത്തിട്ട് നോക്കിപ്പോ, ബാക്കിലേക്ക് ആ ഫ്രണ്ടിൽ ഇരിക്കുന്ന സാധനങ്ങൾ എടുക്കരുത്, ബാക്കിലിരിക്കുന്ന സാധനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് എക്സ്പയറി ഡേറ്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ ഫ്രണ്ടിൽ ഇരിക്കണതിന്റെ ഡേറ്റ് ഒരാഴ്ച ഉള്ളെങ്കിൽ ബാക്കിൽ ഇരിക്കണേന് ചിലപ്പോ ഒരു മാസമോ അങ്ങനെയൊക്കെ എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. കണ്ടിട്ടുണ്ടത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതാ പറഞ്ഞേക്കണേ, ഷോർട്ട് എക്സ്പയറി ടു ബി അറേഞ്ച്ഡ് ഇൻ ഫ്രണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? ഇവർക്ക് വേഗം എടുക്കാൻ പറ്റൂലേ, വേഗം സെയിൽ ചെയ്യാൻ പറ്റും. ലോങ് എക്സ്പയറി അറ്റ് ദി ബാക്ക്. എക്സ്പയറി ഡേറ്റ് കൂടുതലുള്ള മരുന്നുകൾ എന്ത് ചെയ്യാം? ബാക്കിൽ സൂക്ഷിക്കുക. ഫിഫോ എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രൊസീജിയർ ടു ബി ഫോളോഡ്. ഇതെന്ന് പറഞ്ഞാല് ഫസ്റ്റ് വാങ്ങിച്ച സാധനങ്ങൾ ഫസ്റ്റ് വിൽക്കുക. എന്താണ്? അതെന്തുകൊണ്ടായിരിക്കും? എക്സ്പയറി ഡേറ്റ് നമ്മൾ വെച്ചോണ്ടിരുന്നാൽ എക്സ്പയറി ഡേറ്റ് തീർന്നു പോകും, പിന്നെ നമുക്ക് വിൽക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് വാങ്ങിച്ച മെഡിസിൻ ഫസ്റ്റ് വിൽക്കാം. The drugs should be used before the date of expiry. എന്താണ്? എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് മുമ്പ് മരുന്ന് ഉപയോഗിക്കുക. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ നമുക്കത് നശിപ്പിക്കേണ്ടതായിട്ട് വരും, ഉപയോഗിക്കാൻ പറ്റാതായി വരും. എക്സ്പയറി ഡ്രഗ്സ് ടു ബി ഡിസ്പോസ്ഡ് ഓഫ്
ആസ് പെർ റൂള്. ഓരോ ഹോസ്പിറ്റലിലും ഓരോ റൂളായിരിക്കും അവിടുത്തെ മെഡിസിൻ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മെഡിസിൻസ് നശിപ്പിക്കേണ്ടത്. അപ്പൊ ആ ഹോസ്പിറ്റലിലെ റൂൾസ് അനുസരിച്ച് എക്സ്പയറി കഴിഞ്ഞ മരുന്നുകൾ ഡിസ്പോസ് ചെയ്യാം. മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കിയോ ഒന്ന് ജസ്റ്റ് ജനറൽ ഡ്രഗ്സ്. Drugs should be organized alphabetically in the cabinet. Drugs എങ്ങനെ അറേഞ്ച് ചെയ്യുക? ആൽഫബറ്റിക് ഓർഡറില് ക്യാബിനറ്റിൽ അറേഞ്ച് ചെയ്യുക. പിൻ കാർഡ് ഡെപിക്റ്റിംഗ് സ്റ്റോക്ക് പൊസിഷൻ. പിൻ കാർഡ് ഉപയോഗിച്ച് കാണിട്ട് നമുക്ക് ഓരോ മരുന്നുകളുടെയും സ്റ്റോക്ക് പൊസിഷൻ, സ്റ്റോക്ക് തീരാറായോ, പുതിയ മരുന്ന് അത് പ്ലേസ് ചെയ്യാറായോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. ഷോർട്ട് എക്സ്പയറി ടു ബി അറേഞ്ച്ഡ് ഇൻ ഫ്രണ്ട് ആൻഡ് ലോങ് എക്സ്പയറി അറ്റ് ദി ബാക്ക്. മരുന്നുകള് എക്സ്പയറി ഡേറ്റ് കഴിയാറായ മരുന്നുകൾ ഫ്രണ്ടിൽ വെക്കുക, എക്സ്പയറി ഡേറ്റ് കൂടുതലുള്ള മരുന്നുകള് ബാക്കിൽ സൂക്ഷിക്കുക. FIFO procedures to be followed. എന്താണ്? ഫസ്റ്റ് പർച്ചേസ് ചെയ്ത മരുന്ന് ഫസ്റ്റ് വിൽക്കുക, സെയിൽ ചെയ്യുക. Two drugs should be used before the date of expiry. മരുന്നുകളുടെ മെഡിസിൻസിന്റെ എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് മുമ്പ് ആ ഡ്രഗ്സ് നമ്മൾ യൂസ് ചെയ്യുക. എക്സ്പയറി ഡ്രഗ്സ് ടു ബി ഡിസ്പോസ്ഡ് ഓഫ് ആസ് പെർ റൂൾ. ഓരോ ഹോസ്പിറ്റലിന്റെ റൂൾസിനും ഇതിനൊക്കെ അനുസരിച്ചുകൊണ്ട് ലോസിനൊക്കെ അനുസരിച്ചുകൊണ്ട് മരുന്നുകൾ ഡിസ്പോസ് ചെയ്യുക. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ ഡിസ്പോസ് ചെയ്യുക. നെക്സ്റ്റ് പറയാലോ? നെക്സ്റ്റ് നർക്കോട്ടിക് ഡ്രഗ്സ്. നർക്കോട്ടിക് ഡ്രഗ്സ് അതെങ്ങനെയാ സൂക്ഷിക്കേണ്ടത് എന്നതിനെ കുറിച്ച് എവിടെ ഇപ്പൊ നമ്മ ഫാർമസിയിൽ എങ്ങനെ അത് സൂക്ഷിക്കണം എന്നതിനെ കുറിച്ചാണ് അതിൽ പറയാം. There should be different special organization for narcotic drugs like morphine, methadone, ബാർബിറ്റുറേറ്റ്സ്. ഈ മോർഫിന്, പെത്തഡിന്, ബാർബിറ്റുറേറ്റ്സ് ഒക്കെ എന്താണ്? നാർക്കോട്ടിക് ഡ്രഗ്സ് ആണ്. അതിന് ഒരു ഡിഫറെന്റ് വേറെ സ്ഥലത്ത് സൂക്ഷിക്കുക. മോർഫിൻ നമ്മ ഉപയോഗിക്കുന്നത് നമ്മ പെയിൻ റിലീസ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ഈ പെത്തഡിന്, മോർഫിനും നമ്മ പെയിൻ റിലീസിന് വേണ്ടി ഉപയോഗിക്കാം, പെയിൻ കുറയ്ക്കാൻ, പെയിൻ ഇല്ലാതാക്കാൻ. പിന്നെ ഈ ബാർബിറ്റുറേറ്റ്സ് നമുക്ക് സെഡേഷന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നാണ്. ഈ മരുന്നുകളൊക്കെ സെപ്പറേറ്റ് ഡിഫറെന്റ് സ്പെഷ്യൽ ഓർഗനൈസേഷന്റെ കീഴിൽ, വേറെ സംഘടനയുടെ കീഴിലൊക്കെ പ്രിസൈസ് റെക്കോർഡിംഗ് ഷുഡ് ബി മെയിൻറ്റെയിൻ. ഇതൊക്കെ എന്താ പ്രത്യേകം നമ്മ സ്റ്റോക്ക് ഒക്കെ കാണിച്ച് പ്രത്യേകം സൂക്ഷിക്കേണ്ട, സേഫ് ആയിട്ട് സെക്യൂർഡ് ആയിട്ട് സൂക്ഷിക്കേണ്ട മരുന്നുകളാണ്. അപ്പൊ എന്ത് ചെയ്യാ? ഇതിനൊക്കെ പ്രിസൈസ് അനുയോജ്യമായ കൃത്യമായ റെക്കോർഡിങ്ങുകൾ ഉണ്ടായിരിക്കുക. പ്രിസൈസ് റെക്കോർഡിംഗ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ്. ഈ നാർക്കോട്ടിക് ഡ്രഗ്സിനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു കൃത്യമായ റെക്കോർഡുകൾ സൂക്ഷിക്കുക. ഓൾവേസ് ടു ബി സ്റ്റോർഡ് അണ്ടർ ലോക്ക് ആൻഡ് കീ. എന്താണ്? പൂട്ടി വെച്ച്, സെപ്പറേറ്റ് ആയിട്ട് പൂട്ടിയൊക്കെ വെച്ച് നല്ല സേഫ് ആയിട്ട് സൂക്ഷിക്കുക. ഈ നാർക്കോട്ടിക് ഡ്രഗ്സ് ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടോ? മയക്കുമരുന്ന് അങ്ങനെയൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ ചാൻസ് ഉള്ള മരുന്നുകളാണ്. അപ്പൊ അത് കൂടുതൽ സേഫ് ആയിട്ട് കൈകാര്യം ചെയ്യാന്നാ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയത്? ഒന്നുകൂടെ പറയാമോ? Okay. There should be different special organization for narcotic drugs like morphine, methadone, barbiturates. ഈ നാർക്കോട്ടിക് ഡ്രഗ്സിനെ സ്പെഷ്യൽ ആയിട്ടുള്ള സംഘടന, സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം ഇത് കൈകാര്യം ചെയ്യാനായിട്ട്, നോക്കാനും സൂക്ഷിക്കാനും ഒക്കെ. പ്രിസൈസ് റെക്കോർഡിംഗ് ഷുഡ് ബി മെയിൻറ്റെയിൻ. എന്ത് ചെയ്യാം? ഈ നാർക്കോട്ടിക് ഡ്രഗ്സിന് പ്രത്യേകമായിട്ട് കൃത്യമായ റെക്കോർഡുകൾ ഉണ്ടായിരിക്കാന്ന്. പിന്നെ ഇതെന്ത് ചെയ്യാം?
ഓൾവേസ് ടു ബി സ്റ്റോർഡ് അണ്ടർ ലോക്ക് ആൻഡ് കീ. പൂട്ടി വെച്ച് വല്ല കബോർഡുകളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഷെൽഫിലൊക്കെ പൂട്ടി വെച്ച് യൂസ് ചെയ്യാം. എന്ന് വെച്ചാല് ഈ നമ്മ ഈ നർക്കോട്ടിക് ഡ്രഗ്സ്, ഈ മയക്കുമരുന്ന് അങ്ങനെയുള്ളതൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന മരുന്നുകളാണ് സെഡേഷനിലൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും സേഫ് ആയിട്ട് സെക്യൂർഡ് ആയിട്ട് സൂക്ഷിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഫാർമസിയില് ഉള്ള മരുന്നുകൾ ഏതൊക്കെയാണ്? ജനറൽ മെഡിസിൻ, നാർക്കോട്ടിക് ഡ്രഗ്സ്, ഇൻഫ്ലേമബിൾ ഡ്രഗ്സ്, കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ്. ക്ലിയർ ആയോ ഇത്? നെക്സ്റ്റ് ഇൻഫ്ലേമബിൾ ഡ്രഗ്സ്. ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് എന്ന് പറഞ്ഞാല് അതില് ചില കെമിക്കൽസ് എന്തെങ്കിലും ഇപ്പൊ ഗ്യാസിന്റെ അടുത്തോ അതല്ലെങ്കിൽ ഈ സ്പിരിറ്റിന്റെ അടുത്തൊക്കെ വെച്ച് എന്തെങ്കിലും സ്പാർക്കിംഗ് ഒക്കെ സംഭവിച്ചാല് തീ പിടിക്കാനുള്ള സാധ്യതയുള്ള മരുന്നുകളാണ്. എന്നുവെച്ചാൽ ആ മരുന്നിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽസിന്റെ പ്രവർത്തനം കൊണ്ടാണ്, അതുകൊണ്ടാണ് ആ മരുന്നിന് ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഒന്നുകൂടി പറയോ മിസ്? ഈ ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് എന്ന് പറഞ്ഞാലേ അതിലടങ്ങിയിരിക്കുന്ന കെമിക്കൽസ് അതിന്റെ പ്രവർത്തനം കൊണ്ട് എങ്ങനെ സ്പാർക്കിംഗ് ഒക്കെ ഉണ്ടായാലും തീ പിടിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ആ മരുന്നുകളെ ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, different enclosure to be made for easily kindled things like spirit, gases and chemicals. ഈ സ്പിരിറ്റ്, ഗ്യാസസ്, കെമിക്കൽസ് അങ്ങനെയുള്ള സാധനങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് സൂക്ഷിക്കാതിരിക്കുക. എന്ന് വെച്ചാല് ഈ മരുന്നും ഈ ഗ്യാസ് അല്ലെങ്കിൽ സ്പിരിറ്റ് ഇതിനൊക്കെ എന്തെങ്കിലും ചിലപ്പോൾ സ്പാർക്കിങ് വന്നിട്ട് ഈ മരത്തിന്റെ കെമിക്കലും കൂടി പ്രവർത്തിച്ച് എന്താ ചെയ്യാ, സ്ഫോടനങ്ങൾ ഉണ്ടാവില്ല, തീ പിടിക്കൂലേ, അതുണ്ടാവാതിരിക്കാൻ വേണ്ടി. ക്ലിയർ ആയത്? സഫിഷ്യന്റ് വെന്റിലേഷൻ ആൻഡ് ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. എന്താ സഫിഷ്യന്റ് ആയിട്ടുള്ള വെന്റിലേഷനും തീ അണക്കുന്നതിനുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മ അടുക്കളയില് കിച്ചണിലൊക്കെ എന്ത് ചെയ്യാ, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഗ്യാസ് ഓഫ് ചെയ്തുകൊണ്ട് പോകില്ലേ, പിന്നെ തിരിച്ചു വന്ന് രാവിലെ എന്താ ചെയ്യാ, ആദ്യം തന്നെ നമ്മൾ ജനൽ തുറന്നിടും ഇല്ലേ? ഇല്ലേ? എന്നിട്ടല്ലേ ഗ്യാസ് ഒക്കെ ഓൺ ആക്കണത്. എന്ന് വെച്ചാൽ എന്തെങ്കിലും സ്പാർക്കിങ് എന്തെങ്കിലും വെള്ളത്തിലുണ്ടെങ്കിൽ തീ പിടിക്കാതിരിക്കാൻ അതിന്റെ വെന്റിലേഷൻ അല്ലെ. നമ്മ എന്താണ് എല്ലാവർക്കും ഈ തീ പിടിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്യാം, വെന്റിലേഷൻ ഒക്കെ കൊടുക്കൂലേ. അതേപോലെ ഈ മരുന്നുകൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് ആവശ്യമായ വെന്റിലേഷനും ഫയർ തീ തടയാനുള്ള തീ അണയ്ക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കുക. എക്സോസ്റ്റ് ഫാൻ ഫോർ എയർ ടു പാസ് ത്രൂ. എന്താണ് എക്സോസ്റ്റ് ഫാൻ ഉണ്ടായിരിക്കുക? എയർ പുറത്തു പോകാനായിട്ട്. ക്ലിയർ ആയത്? ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് എന്ന് പറഞ്ഞാല് അതിലുള്ള കെമിക്കൽസിന്റെ ഇതിലെന്താണ് ചില സ്പാർക്കിംഗ് എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ തീ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആ ഡ്രഗ്സിനെ ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയത്? നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ളൂ കൂടുതൽ. ഇപ്പൊ നമ്മ ഈ ഇൻഫ്ലേമബിൾ ഡ്രഗ്സിൽ പറയണാണ് ആസ്പിരിൻ. കേട്ടിട്ടുണ്ടോ ആസ്പിരിൻ? ഉണ്ട്. ആസ്പിരിന് പിന്നെ അങ്ങനെയുള്ള മരുന്നുകൾ. പിന്നെ നമുക്ക് പീരീഡ്സിന്റെ ടൈമിൽ ഉണ്ടാകുന്ന പെയിനുകൾ ഇല്ലാതാക്കാൻ, പിന്നെ നമുക്ക് വരുന്ന നീര് വീക്കങ്ങൾ അതിനുപയോഗിക്കുന്ന മരുന്നുകള്, പിന്നെയും നമുക്ക് ഈ സ്ട്രോക്ക് പിന്നെ അറ്റാക്ക് വരുന്ന പേഷ്യൻസിനൊക്കെ കൊടുക്കുന്ന ഗുളികകൾ, അതൊക്കെ ഇൻഫ്ലേമബിൾ ഡ്രഗ്സിൽ പെടുന്നതാണ്. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് കോൾഡ് സ്റ്റോറേജ്. കോൾഡ് സ്റ്റോറേജ് നമ്മ റെഫ്രിജറേറ്ററിൽ അല്ലെങ്കിൽ കോൾഡ് സ്റ്റോറേജ് അതിനുള്ള തണുപ്പിച്ച്
ഉപയോഗിക്കുന്നില്ല മെഡിസിൻസ് ഏതൊക്കെയാണ്? ഡ്രഗ്സ് സച്ച് ആസ് ആന്റിബയോട്ടിക്സ്, വിറ്റാമിൻസ്, ലിവർ എക്സ്ട്രാക്ട്സ് ഷുഡ് ബി സ്റ്റോർഡ് കോൾഡ് റൂം ബിറ്റ്വീൻ 15% to 20 സെൽഷ്യസ്. എന്താണ് നമ്മുടെ വിറ്റാമിൻസ്, ആന്റിബയോട്ടിക്സ്, ലിവർ എക്സ്ട്രാക്ട്സ് എന്ന് വെച്ചാല് ഈ ലിവർ എക്സ്ട്രാക്ട്സ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാ, ഈ ലിവർ എക്സ്ട്രാക്ട്സിൽ ഇരുമ്പ് സത്തൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. പിന്നെ കൂടാതെ വേറെ വിറ്റാമിൻസും ധാതുക്കളൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ച് കണ്ടിട്ട് നമുക്ക് സിറപ്പുകള് പിന്നെ മെഡിസിൻസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇവയ്ക്ക് എങ്ങനെ സൂക്ഷിക്കണം? ഈ സിറപ്പുകളൊക്കെ തണുപ്പിച്ച് കോൾഡ് സ്റ്റോറേജ് ഏരിയയിൽ വേണം സൂക്ഷിക്കാൻ. ആന്റിബയോട്ടിക്സ്, വിറ്റാമിൻസ്, ലിവർ എക്സ്ട്രാക്ട്സ്. പിന്നെ നെക്സ്റ്റ്, ദ റൂം ഷുഡ് ബി എയർ കണ്ടീഷൻ വിത്ത് ടെമ്പറേച്ചർ കൺട്രോൾ ഫെസിലിറ്റി. എന്ത് ചെയ്യണം? ആ റൂം എയർ കണ്ടീഷൻ ആയിരിക്കണം, AC ഉള്ള റൂം ആയിരിക്കണം. Drugs like vaccines, sera, hormones, etc. have to be stored at 2 to 8 Celsius in deep freezer or walk-in cooler. എങ്ങനെയാണ് വാക്കിൻ കൂളർ എന്ന് പറഞ്ഞാല് നമ്മൾ കണ്ടിട്ടില്ല, ഒരു പെട്ടി കൂളറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് കണ്ടിട്ടുണ്ട്. അതിൽ മെഡിസിൻസ് ഒക്കെ വെച്ചിങ്ങാട്ട് തണുപ്പിച്ച് കൊണ്ടെടുക്കാൻ പറ്റുന്നത് കണ്ടിട്ടുണ്ടോ? വാക്കിൻ കൂളർ. അതില് അങ്ങനെയുള്ളതിന് എത്ര ഡിഗ്രി സെൽഷ്യസ് വരെ ആണ് പറഞ്ഞിരിക്കുന്നത്? വാക്സിനും സെറയും നമുക്ക് കണ്ടിട്ടില്ല. ഈ വാക്സിൻ പിള്ളേർക്ക് വാക്സിനേഷൻ ആയിട്ട് കൊടുക്കാനുണ്ട് ചെറിയ പെട്ടികള് കണ്ടിട്ടില്ലേ? പോളിയോന്റെ അന്നൊക്കെ കൊണ്ടുവരുന്നത്, പോളിയോ ഒക്കെ കൊണ്ടുവരുന്നത് ചെറിയ പെട്ടി. അങ്ങനെയുള്ളതില് ഡീപ് ഫ്രീസറിലാണ് ഇത് സൂക്ഷിക്കേണ്ടത്. വാക്സിനും സെറയും ഹോർമോൺസും. ടെമ്പറേച്ചർ എക്സിബിഷൻ ത്രൂ ഡയൽ, തെർമോമീറ്റർ ആൻഡ് ടെമ്പറേച്ചർ ചാർട്ടിംഗ്. ടെമ്പറേച്ചർ അളക്കാനായിട്ടുള്ള തെർമോമീറ്ററും ടെമ്പറേച്ചർ ചാർട്ടിംഗ് ഒക്കെ ആ റൂമിൽ, ഈ കോൾഡ് സ്റ്റോറേജ് റൂമിൽ ഉണ്ടായിരിക്കുക. ഡയൽ തെർമോമീറ്ററും ടെമ്പറേച്ചർ ചാർട്ടിങ്ങിനൊക്കെ ടെമ്പറേച്ചർ നോക്കാൻ വേണ്ടി. ക്ലിയർ ആയത്? ആ 4 എണ്ണം ക്ലിയർ. ഓക്കെ. ഏതൊക്കെ ടൈപ്പ് മെഡിസിൻസ് ആണുള്ളത്? ജനറൽ ഡ്രഗ്സ്, നാർക്കോട്ടിക് ഡ്രഗ്സ്, കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ്, ഇൻഫ്ലമബിൾ ഡ്രഗ്സ്. ഓക്കെ. ജനറൽ ഡ്രഗ്സ് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? ഒരു ആൽഫബറ്റിക് ഓർഡറിൽ. പിന്നെ പിൻകാർഡ് എന്ത് ചെയ്യാം? നമുക്ക് സ്റ്റോക്ക് പൊസിഷൻ, ഓരോ മരുന്നും ഇത്ര സ്റ്റോക്ക് ഉണ്ട്, അങ്ങനെയുള്ള സ്റ്റോക്ക് പൊസിഷൻ അറിയാനായിട്ട് സാധിക്കും. എക്സ്പയറി ഡേറ്റ് കഴിയാറായ മരുന്നുകൾ ഫ്രണ്ടില്, എക്സ്പയറി ഡേറ്റ് കൂടുതലുള്ള മരുന്നുകൾ ബാക്കിൽ സൂക്ഷിക്കുക. ഫസ്റ്റ് പർച്ചേസ് ചെയ്ത മരുന്നുകൾ ഫസ്റ്റ് സെയിൽ ചെയ്യുക, വിതരണം സപ്ലൈ ചെയ്യുക. ഡ്രഗ്സ് എന്താണ്? എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് മുമ്പ് ഡ്രഗ്സ് യൂസ് ചെയ്യുക. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ ഹോസ്പിറ്റൽ റൂൾസിന് അനുയോജ്യമായി ഡിസ്പോസ് ചെയ്യുക. നെക്സ്റ്റ്, ഈ നാർക്കോട്ടിക് ഡ്രഗ്സ് ഒക്കെ സ്പെഷ്യൽ ആൻഡ് ഡിഫറെന്റ് ഓർഗനൈസേഷന്റെ കീഴിൽ സൂക്ഷിക്കുക. ഇതിന് കൃത്യമായ നാർക്കോട്ടിക് ഡ്രഗ്സിന് കൃത്യമായ റെക്കോർഡുകൾ സൂക്ഷിക്കുക. ഈ മെഡിസിൻ ഇത്ര ഉണ്ട് എന്നുള്ള കൃത്യമായ റെക്കോർഡുകൾ. പിന്നെ എന്ത് ചെയ്യാ? ഇതൊക്കെ ലോക്ക് ചെയ്ത് സെപ്പറേറ്റ് ലോക്ക് ചെയ്ത സൂക്ഷിക്കുക, സേഫ് ആയിട്ട് സൂക്ഷിക്കുക. നാർക്കോട്ടിക് ഡ്രഗ്സ്. ഇൻഫ്ലമബിൾ ഡ്രഗ്സ് എന്താണ്? സ്പിരിറ്റ്, ഗ്യാസ്, കെമിക്കൽസ് എന്നിവയ്ക്ക് ഇല്ലാത്ത സ്ഥലത്ത്, എന്നിവ ഒന്നും ഇല്ലാത്ത എന്ന് വെച്ചാൽ ഇവ തമ്മിൽ എന്തെങ്കിലും സ്പാർക്കിങ് വന്നാല് തീ പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇവയിൽ നിന്ന് അകലെ സൂക്ഷിക്കുക. സഫീഷ്യന്റ് കൃത്യമായ ആവശ്യമായ വെന്റിലേഷനും പിന്നെ ഫയർ തീ അണയ്ക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കുക. എക്സോസ്റ്റ് ഫാൻ ഉണ്ടായിരിക്കുക. നെക്സ്റ്റ്, കോൾഡ് സ്റ്റോറേജ് ഏരിയ. ആന്റിബയോട്ടിക്സ്, വിറ്റാമിൻസ്, ലിവർ എക്സ്ട്രാക്ട്സ് ഇതൊക്കെ എത്ര ഡിഗ്രി? ഇതില് 50% to 20 സെൽഷ്യസിൽ സ്റ്റോർ ചെയ്യുക. എയർ കണ്ടീഷനിങ് ഉണ്ടായിരിക്കുക. ഈ കോൾഡ് സ്റ്റോറേജ് റൂമിൽ എയർ കണ്ടീഷൻ ആയിരിക്കുക. വാക്സിൻസ്, സെറ, ഹോർമോൺ എന്നിവ എന്ത് ചെയ്യുക? ഡീപ് ഫ്രീസറിലോ അല്ലെങ്കിൽ ബാക്കി കൂളറിലോ സൂക്ഷിക്കുക. ടെമ്പറേച്ചർ നോക്കാനായിട്ട് ഡയൽ തെർമോമീറ്റർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചാർട്ടിംഗ് ഒക്കെ ഉണ്ടായിരിക്കുക. ഇപ്പൊ നമുക്ക് വാക്സിന് പറഞ്ഞില്ലേ, പോളിയോ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ
എന്താണ് വിനീഗർ ഫ്രീസർ കൊണ്ടുവരാൻ പറ്റോ? അതിനാണ് വാക്യൂം കൂളർ. അതല്ലെങ്കിൽ ഇപ്പൊ പേഷ്യന്റ് വാർഡിലാണ് കിടക്കുന്നത്, അതല്ലെങ്കിൽ റൂമിലാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ കൊടുക്കാനായിട്ട് എന്ത് ചെയ്യാം, ഈ വാക്യൂം കൂളറില് ഫ്രീസ് ചെയ്തുകൊണ്ട് രോഗിയുടെ അടുത്ത് കൊണ്ടുപോയി ഉപയോഗിക്കുക. അവർക്ക് ഇഞ്ചക്ട് ചെയ്യേണ്ടാവും ചെയ്യേണ്ട. മനസ്സിലായത്? എന്നിട്ട് എന്താ പഠിച്ചേ? ഹോസ്പിറ്റൽ ഫോർമുലറി പഠിച്ച്, പിന്നെ എന്ത് പഠിച്ചു? ഇന്റൻഡിങ് ഓഫ് ഡ്രഗ്സ്. ബിൻ കാർഡ് എന്താണെന്ന് പഠിച്ചു. എന്തൊക്കെ റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ് ആണ് നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിയിൽ യൂസ് ചെയ്യുന്നത്, പിന്നെ ഏതൊക്കെ തരത്തിലുള്ള ഡ്രഗ്സ് ആണ് ഫാർമസിയിൽ സൂക്ഷിക്കുന്നത്, അവ എങ്ങനെയൊക്കെ, നാർക്കോട്ടിക് ഡ്രഗ്സ് ആണെങ്കിൽ അതെങ്ങനെ സൂക്ഷിക്കണം, പിന്നെ കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിക്കേണ്ട മരുന്നുകൾ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് എന്നതൊക്കെയാണ് പഠിച്ചത്. ഇത്രയും ഭാഗത്തിന്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും പോയിന്റ്? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇപ്പൊ ഇത്രയും ഭാഗത്ത് നോക്കാട്ടാ. നമ്മ ആദ്യം മുതല് ഫാർമസിയുടെ ഇൻട്രൊഡക്ഷൻ മുതല് ഇപ്പൊ സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ്, ഏതൊക്കെ തരത്തിലുള്ള ഡ്രഗ്സ് ആണ് സ്റ്റോർ ചെയ്യുന്നത് വരെയുള്ളത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു. മാം ഒരു ഡൗട്ട് ഉണ്ട്. പറഞ്ഞോളൂ. കോൾഡ് സ്റ്റോറേജില് ലാസ്റ്റ് വരുന്നതില്ലേ ടെമ്പറേച്ചർ, അതിന്റെ അടുത്ത വേർഡിന്റെ പ്രൊനൗൺസിയേഷൻ ഒന്ന് പറഞ്ഞുതരുമോ? എക്സിബൈറ്റിംഗ് എന്നാണോ എക്സിബിറ്റിംഗ് എന്നാണോ? എക്സിബിറ്റിംഗ്. എക്സിബിറ്റിംഗ് പറഞ്ഞാല് ടെമ്പറേച്ചർ നോക്കാനായിട്ട്, അളക്കാനായിട്ട്. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു. Thank you. Thank you, ma'am.